ഡിസംബർ 31 ചൊവ്വാഴ്ച. യോഹന്നാൻ 1 മുതൽ 18 വരെ വാക്യങ്ങൾ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഈ 3 വാക്കുകൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പ്രാരംഭ വാക്കുകളാണ്. ഈ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. അതേസമയം അവ വളരെ ലളിതവുമാണ്. ഈ ലളിതമായ വാക്കുകൾ നമ്മോട് പറയുന്നത് മറ്റെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ക്രിസ്തു ആയിരുന്നു എന്നാണ്. പിന്നീട് യോഹന്നാൻ പ്രകാശത്തെ സാക്ഷ്യപ്പെടുത്താൻ അയച്ച സ്നാപക യോഹന്നാനെ കുറിച്ച് സംസാരിക്കുന്നു. പ്രകാശം ഒരു അത്ഭുതകരമായ സമ്മാനമാണ്. നമ്മൾ പലപ്പോഴും അത് നിസ്സാരമായി എടുക്കുന്നു. സ്വയം ചോദിക്കാം, വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വ്യത്യാസം വരുത്തുന്നു? ഈ വെളിച്ചം സൂര്യനിൽ നിന്നുള്ള പ്രകാശമോ അല്ലെങ്കിൽ വിളക്കിൽ നിന്നോ ലൈറ്റ് ഫിക്സ്ചർ വഴി സൃഷ്ടിക്കുന്ന പ്രകാശമോ ആകാം. വെളിച്ചമില്ലാത്ത ഒരു ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ഒന്ന് സങ്കല്പിക്കുക. ലോകത്തിലെ എല്ലാ മാറ്റങ്ങളും വരുത്താൻ പ്രകാശത്തിന് കഴിയും. പലർക്കും പ്രകാശ ദിവസങ്ങളിൽ ശുഭാപ്തി വിശ്വാസവും സന്തോഷവും ഉണ്ടാവുക എളുപ്പമാണ്. എന്നാൽ ദിവസങ്ങളോളം ചാരനിറവും ഇരുണ്ട കാലാവസ്ഥയുമായിരിക്കുമ്പോൾ ശുഭാപ്തി വിശ്വാസം പുലർത്താൻ നമ്മൾ പാടുപെട്ടേക്കാം. മേഘങ്ങളും ഇരുട്ടും നമ്മെ ഭാരപ്പെടുത്തുന്നതായി തോന്നിയേക്കാം. എല്ലാ ദിവസവും ഓരോ നിമിഷവും നമ്മോടൊപ്പം പ്രകാശമായ യേശു ഉണ്ട്. ഖേദകരമെന്ന് പറയട്ടെ, നാം എപ്പോഴും അവൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നില്ല എന്ന് ഞാൻ സംശയിക്കുന്നു. എന്നിരുന്നാലും അത് സത്യമാണ്. യേശുവാകുന്ന വെളിച്ചം എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. ഇന്നും എല്ലാ ദിവസവും നമ്മുടെ കണ്ണും മനസ്സും ഹൃദയം തുറന്ന് വെളിച്ചമായ യേശുവിനെ കാണാൻ നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം. സുവിശേഷകനായ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തെ ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാം അധ്യായവുമായി ബന്ധിപ്പിക്കുന്നു. ആദ്യവാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന വചനം യേശുക്രിസ്തു തന്നെയാകുന്ന ലോഗോസ് എന്ന ഗ്രീക്ക് പദമാണ്. അവൻ ആദിയിൽ ദൈവത്തോടൊപ്പമായിരുന്നു. അവൻ ദൈവമാണ്. പരിശുദ്ധാത്മാവിനൊപ്പം പിതാവും പുത്രനും പരിശുദ്ധ ത്രിത്വത്തെ രൂപപ്പെടുത്തുന്നു. അവനിലും അവനിലൂടെയും ജീവൻ ഉൾപ്പെടെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ താൻ വഴിയും സത്യവും ജീവനുമാണെന്ന് യേശു അവകാശപ്പെടുമ്പോൾ ഈ അവനില്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ലെന്ന് അവൻ നമ്മോട് പറയുന്നു. വ്യക്തമായും ഇന്നത്തെ ഈ സുവിശേഷ വായന മുഴുവൻ സുവിശേഷത്തിൻ്റെയും ഒരു ഹ്രസ്വ സംഗ്രഹമോ ആമുഖമോ ആണ്. ജീവിതത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കഥ. പ്രിയപ്പെട്ടവരെ, സ്നാപക യോഹന്നാനെ പോലെ മനുഷ്യാവതാരത്തിൻ്റെ ഈ വിസ്മയകരമായ സത്യത്തിന് നമുക്ക് സാക്ഷ്യം വഹിക്കാം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഇതാണ് നാം ആഘോഷിക്കുന്ന ക്രിസ്മസിൻ്റെ യഥാർത്ഥ കാരണം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അതുപോലെ തന്നെ പുതുവത്സരാശംസകളും നേരുന്നു. സ്നേഹപൂർവ്വം പോളച്ചൻ, CSSR from Kerala.